സാധിച്ചിരിക്കുന്ന ഓരോരോ കാര്യങ്ങളിലൂടെ അവൻ മുന്നോട്ട് പോകുമ്പോൾ അവന്റെ മനസ്സിൽ രൂപപ്പെടുന്ന വികാരം ഇത്രയുള്ളൂ. നമ്മൾ എന്താഗ്രഹിച്ചാലും കിട്ടുന്ന ഒരു ലോകമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ ബോധം അവരിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയാണ്, അച്ഛനാണ്. അതിൽ തന്നെ 90% അമ്മമാരാണ് ഇത്തരം ചിന്താഗതികൾ കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ ആണുങ്ങളായിട്ടുള്ള കുടുംബനാഥന്മാർ ഒന്ന് ബലം പിടിച്ചാലും അമ്മമാരെ അവരോട് വഴക്കുണ്ടാകും. അയലത്തെ കുട്ടിക്കുണ്ട്, അപ്പുറത്തെ കുട്ടിക്കുണ്ട്, നമുക്ക് മാത്രം എന്താ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതല്ലേ, പിന്നെന്താ ചെയ്തു കൊടുത്താൽ എന്ന് ചോദിക്കും. ആ ചോദ്യത്തിന് മുന്നിൽ ഒരു ശരാശരി പുരുഷൻ വീണു. യുദ്ധം ചെയ്യുന്നത് എന്തിന് എന്ന് ചോദിച്ചിട്ട് മനസ്സമാധാനം ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യൻ. അതിൽ തന്നെ പുരുഷന്മാരും ഏറ്റവും കൂടുതൽ കുടുംബത്തിനകത്ത് സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. ഒരു മത്സരത്തിലേക്ക് പോകാൻ തയ്യാറാവില്ല, വാങ്ങിച്ചു. ഒരു പെൻസിൽ ചോദിക്കുന്ന കുട്ടിക്ക് ഒരു ബോക്സ് പെൻസിൽ വാങ്ങിച്ചവരുടെ മുന്നിലേക്ക് വെച്ചു. ഒരു റേസർ ചോദിച്ചാൽ ഒരു പാക്കറ്റ് വാങ്ങി അവന്റെ കയ്യിലേക്ക് കൊടുക്കും. അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് ഒരെണ്ണം എടുത്ത് അവന്റെ കയ്യിലേക്കല്ല കൊടുക്കുന്നത്, വാങ്ങിക്കൊണ്ടുവരുന്നത് അപ്പാടെ അവന്റെ കയ്യിലേക്ക് കൊടുക്കും. ഡ്രസ് എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം ഒരു സ്ഥലത്ത് പോയി തുണി എടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്? വാങ്ങിട്ട് ധരിച്ചോളൂ. അവിടെ നമുക്ക് ഇഷ്ടങ്ങളില്ല, നമുക്ക് സെലക്ഷൻസ് ഇല്ല, നമുക്ക് ചോയ്സ് ഇല്ല. ജീവിച്ചില്ലേ നമ്മൾ? ഇത്തരം കൊള്ളരുതായ്മകൾ കാണിക്കാതെ ജീവിച്ചില്ലേ നമ്മൾ? ഇന്നെന്താ അവസ്ഥ? മുട്ടോടെ വെട്ടാത്ത കുഞ്ഞിനെ വരെ ടെക്സ്റ്റൈൽസ് കൊണ്ടുവരികയാണ്, കേറി മേയുകയാണ്. നമുക്ക് ഒന്നിനപ്പുറം സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടേയില്ല. ഒരു ജോഡിക്കപ്പുറം സ്വപ്നം കാണാൻ പറ്റുന്ന, കൊല്ലത്തിൽ പോലും ഒരു ജോഡിക്കപ്പുറം സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുന്നിലില്ലായിരുന്നു. നമ്മുടെ മക്കൾക്കാണെങ്കിൽ മാസം തോറും അവർക്ക് ആവശ്യപ്പെടുന്നതെല്ലാം കിട്ടുന്ന ഒരു സാഹചര്യം ആരുണ്ടാക്കി കൊടുത്തു? നമ്മളുണ്ടാക്കി കൊടുത്തു. എന്തിനാ കുറ്റം പറയുന്നത് കുട്ടികളെ? കുട്ടികൾ ഒന്നും എഴുതാത്ത വെള്ള പേപ്പർ നിങ്ങളുടെ മുന്നിലേക്ക് തന്നിട്ട് അതിൽ നിറയെ തെളിയെഴുതി വെച്ചിട്ട് എന്തിനാണ് പേനയെ കുറ്റം പറയുന്നത്? എഴുതി വെച്ചതിന്റെ മനസ്സല്ലേ പേനയിലൂടെ പുറത്തു വന്നത്? അതല്ലേ നമ്മുടെ കുട്ടികളെ നാശമാക്കി കൊടുത്തിട്ട് എന്തിനാ കുട്ടികളെ പൂർത്തങ്ങളുടെ തലമുറ എന്ന് വിളിക്കുന്നത്? ബഹുമാനമില്ലാത്ത തലമുറ. അച്ഛനമ്മയെ ബഹുമാനിക്കാൻ അറിയില്ല, അധ്യാപകനെ ബഹുമാനിക്കാൻ അറിയില്ല, ലോകത്ത് ജീവിക്കാൻ അറിയില്ല, ആൾക്കാരെ കണ്ട പെരുമാറാൻ അറിയില്ല. വീട്ടിലേക്ക് കയറി വരുന്നത് ആരാണെങ്കിൽ പോലും മൊബൈൽ നോക്കിയിരിക്കുന്നവൻ അല്ലെങ്കിൽ അവൾ കണ്ണെടുക്കല്ല. ആരോ പോയി. അമ്മയുടെ അച്ഛനെവിടെയെന്ന് 3 പ്രാവശ്യം വന്നാലും ചോദിച്ചാലും മുഖത്ത് നോക്കാത്ത മക്കൾ. അവരെ കുറ്റമല്ലോ, അവരെ പഠിപ്പിച്ചില്ല. നിങ്ങളെ പഠിപ്പിച്ചു, എന്നെ പഠിപ്പിച്ചു. വീട്ടിലേക്ക് മുതിർന്നവരാകുന്ന എണീറ്റ് കൊടുക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചു നമ്മുടെ അച്ഛനമ്മയെ. നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പഠിപ്പിച്ചെങ്കിൽ നിർബന്ധമായി നടപ്പിലാക്കാൻ നിങ്ങൾ തീരുമാനിച്ചില്ല. അങ്ങനെ തീരുമാനിക്കാതെ മക്കളാണ് പിന്നെന്ന് പറഞ്ഞ് നമ്മൾ അവരെ വളർത്തിയിട്ട് അവരെ നമ്മൾ എന്തിനാ കുറ്റം പറയുന്നത്? ചെയ്യരുത്. തെറ്റ് വന്നത് നമുക്കാണ്, കറക്ഷൻ വരുത്തേണ്ടത് നമ്മളാണ്. അതിൽ തന്നെ അമ്മമാരാണ് കുട്ടികൾ എങ്ങനെ വളരണമെന്ന് തീരുമാനിക്കേണ്ടത്. അമ്മമാരാണ്. ഞാൻ നിങ്ങൾക്കൊരു അമ്മയെ പരിചയപ്പെടുത്തുന്നത്. രാജകൊട്ടാരത്തിന്റെ സർവസ്വത്തിലും വളർന്ന 5 മക്കളെയും കൂട്ടി ഉടുത്തിരുന്ന ഒരു ജോഡി തുണിയോട് കൂടി പുറത്തിറങ്ങി പോവേണ്ടി വന്ന പഞ്ചപാണ്ഡവന്മാരുടെ അമ്മയുണ്ടായിരുന്നു കൂട്ടി. അതൊന്നും ഉണ്ടായിരുന്നില്ല. 5 മക്കളെ 2 മക്കളെ 2 കൈയെങ്കിലും പിടിക്കായിരുന്നു. നിവർത്തിപ്പിടിച്ച കൈക്കുള്ളിൽ 5 മക്കളെയും കൊണ്ട് കാട്ടിലേക്ക് ഇറങ്ങിപ്പോയ ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മയുടെ 5 മക്കളും ജീവിതത്തിന്റെ അവസാനം വരെ ധർമ്മം വിട്ടോ, നീതി വിട്ടോ, ന്യായം വിട്ടോ പെരുമാറിയിട്ടില്ല. കിടന്നത് കാട്ടുകാണ്. 101 മക്കളുടെ അമ്മയുണ്ടായിരുന്നു. 101 മക്കൾ അമ്മ ആകെ ആദ്യം ചെയ്തത് എന്റെ ഭർത്താവിന് കാണാൻ പറ്റാത്ത ലോകം എനിക്ക് കാണണ്ടായെന്ന് പറഞ്ഞ് കണ്ണിലേക്ക് ഒരു കറുത്ത തുണി കെട്ടിയത് കണ്ണിലേക്ക് മാത്രമല്ല മനസ്സിലേക്ക് കൂടിയായിരുന്നു. അവിടെ 101 പേരും അവർക്ക് തോന്നിയതുപോലെ ജീവിച്ചു, തോന്നിയപടി കാര്യങ്ങൾ ചെയ്തു. നാശം കാണേണ്ടി വന്നു. 101 പേരുടെ മരണം കണ്ട കണ്ണുകളായിരുന്നു അത്. ഒരു പക്ഷേ കുറച്ചും കൂടെ മുന്നേ കണ്ണിലെ കെട്ടഴിച്ചിരുന്നെങ്കിൽ വൈദ്യക്ക് പോകുന്ന ദുര്യോധനോടും ദുശാസനോടും സുയോധനോടും വിളിച്ചിട്ട് ചെയ്യുന്നത് തെറ്റാണ്, ചെയ്യരുതെന്ന് പറയാൻ കണ്ണ് തുറന്നു വെച്ച അമ്മ തയ്യാറായിരുന്നെങ്കിൽ അന്ത്യകാലത്ത് കണ്ണടയും നേരത്ത്
മക്കളെ കണ്ടു മരിക്കാനുള്ള യോഗം കിട്ടിപ്പോയാലും അമ്മയ്ക്ക്. അപ്പുറത്ത് നോക്കൂ, ഒന്നും ഉണ്ടായിരുന്നില്ല. കഴിക്കാൻ വിശക്കുന്നു എന്ന് പറയുമ്പോ കാട്ടിലേക്ക് ഇറങ്ങി കായ്കനികൾ പറിച്ച് കഴിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ അമ്മ 5 മക്കളെ രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോ രാജകൊട്ടാരത്തിൽ നിന്ന് അമ്മ കഴിക്കാൻ എന്തും കൊടുത്ത് ഉടുക്കാൻ എന്തും കൊടുത്ത് ചെയ്തു പോയ മുഴുവൻ കൊള്ളകാര്യങ്ങളും ന്യായീകരിച്ച് കൈയടിച്ചു കൊടുത്തിരുന്ന ഒരു അമ്മ, കണ്ണു കെട്ടിപ്പോയ അമ്മയായ അമ്മ മക്കളെ യുദ്ധക്കളത്തിൽ കഴുകന്മാർക്ക് തിന്നാനുള്ള പ്രദർശനീയമാക്കി കൊടുത്തു. സിംഹസാണ്. ഇതിലപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. കണ്ണുകൂടി കെട്ടണമെങ്കിൽ കണ്ണുകൂടി കെട്ടിക്കോളൂ. കണ്ണ് തുറന്നിട്ട് മക്കളെ കാണണമെങ്കിൽ തുറന്ന് കണ്ടോളൂ. നിങ്ങൾ ചെയ്യുന്നതാണ് തിരിച്ചു വരുന്നത്. ഫോർ എവറി ആക്ഷൻ ദാറ്റ്സ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഞാനല്ല പറഞ്ഞത്, ന്യൂട്ടൺ പറഞ്ഞത്. ചെയ്യുന്നത് എന്താണോ അതേ തിരിച്ചു പറഞ്ഞു കൊടുത്താൽ തിരിച്ചു. മനസ്സിനകത്ത് കടലോളം സ്നേഹം കരുതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരു തുള്ളി പെയ്തിറങ്ങണം. പെയ്തിറങ്ങിയാൽ മാത്രമേ കടലുള്ളൂ. കാർമേഘം ഉരുണ്ടുകൂടിയിട്ട് ഇവിടെ ചൂട് കുറയില്ല. പെയ്തിറങ്ങും. പെയ്തിറങ്ങാത്ത ഒരു മഴയും മഴയല്ല. മൂടിക്കെട്ടപ്പെടുന്ന ഒരു അന്തരീക്ഷവും ആശ്വാസം തരികയും. അതുകൊണ്ട് മക്കൾ ഏത് പ്രായത്തിലുള്ളതായാലും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അവരെ വളർത്താൻ നമുക്ക് പറ്റിയാൽ ഒരുപാട് ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാൻ പറ്റും. അതിന് നിങ്ങൾക്ക് മനസ്സുണ്ടാവണം, ഒപ്പം അധ്യാപകർക്ക് അതിനുള്ള മനസ്സുണ്ടാവണം. നിങ്ങളും അധ്യാപകരും ഒരുമിച്ച് ചേർന്ന് നിന്നാൽ ഞങ്ങൾക്ക് പണിയുണ്ടാവും. നിങ്ങൾ തീരുമാനിക്കണം, മംഗലം CI മംഗലം പോലീസ് സ്റ്റേഷനിലെ കസേരയിൽ ഇരിക്കണമോ, റോഡിന്റെ സൈഡിൽ നിങ്ങൾ ആരെങ്കിലും കൊണ്ടിട്ട് വരുന്ന കസേരയിൽ ഇരിക്കണോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. മക്കളെ ചേർത്ത് പിടിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഒരു കൈ അകലത്തിൽ, അവിടെ നിന്ന് വീണ്ടും ഒരു ലത്തിയുടെ അകലത്തിൽ മാത്രമേ ഞങ്ങൾ പെരുമാറും. നമ്മുടെ മക്കൾ നമ്മളുടേതാണ് എന്ന ചിന്തയോടുകൂടി അവരെ വളർത്താൻ നമുക്ക് പറ്റട്ടെ. അതിന് നിങ്ങൾക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളൊക്കെ നമുക്ക് മാറ്റിവെപ്പിക്കാം. അവർക്ക് കൊടുത്ത് ശീലിപ്പിച്ചു പോയെങ്കിൽ പതിയെ പിന്തിരിപ്പിച്ചെടുക്കാം. ഒറ്റയടിക്കുന്ന പിന്തിരിഞ്ഞ് വരില്ല. പതിയെ റെസ്ട്രിക്ട് ചെയ്തെടുക്കാം. അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കരുത്. അവരുടെ ആവശ്യങ്ങളെന്ന് കണ്ട് പരിഗണിക്കും. അവരുടെ അനാവശ്യങ്ങൾ എന്ന് തന്നെ പറയുവാനുള്ള ചങ്കൂറ്റം അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവണം. ചങ്കൂറ്റം, ഞാൻ ഉപയോഗിച്ച വാക്ക് തന്നെ നിങ്ങൾ നോക്കുക. ചങ്കൂറ്റം ഉണ്ടാവണം. അനാവശ്യമാണെങ്കിൽ അനാവശ്യം, ആവശ്യമാണെങ്കിൽ വേണ്ട, അത്യാവശ്യമാണെങ്കിൽ നടത്തിക്കും. അങ്ങനെ വന്നാൽ അവർ ബുദ്ധിമുട്ടുകൾ അറിയുന്ന ഒരു തലമുറയായിട്ട് വരും. അവർക്കെല്ലാവരും സ്നേഹം ഉണ്ടാവും. അവരെല്ലാവരെയും സ്നേഹിക്കും, നിങ്ങളെയും സ്നേഹിക്കും. ഇല്ലെങ്കിൽ നിങ്ങളെയും ഇന്ത്യയൊക്കെ അവസാന കാലം എന്ന് പറയുന്നത് യുദ്ധമന്ദിരങ്ങളിലോ കടത്തിണ്ണകളിലോ ഒക്കെ അവസാനിച്ചു പോകും. അത് വേണമെങ്കിൽ ഇപ്പോഴത്തെ പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. അത് വേണ്ടെങ്കിൽ കറക്ഷൻ നിങ്ങൾ തന്നെ വരുത്തുക. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, നിങ്ങൾക്കുണ്ടാകുന്ന ഏതൊരു ബുദ്ധിമുട്ടുകൾക്കും നിങ്ങൾക്ക് മംഗലം പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടാം. ഞങ്ങളെല്ലാവർക്കും സഹായം തിരിച്ചു ചെയ്യാം. അതുപോലെ അധ്യാപകരോട് പറയുവാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ സ്കൂളിലെ കുട്ടികളിലേക്ക് അനധികൃതമായ ഒന്നും നിയമവിരുദ്ധമായ ഒന്നും നമ്മുടെ കുട്ടികളിലേക്ക് വരുന്നില്ല എന്നോ ഈ 4 കെട്ടുകൾക്കുള്ളിൽ ഉറപ്പുവരുത്തേണ്ട ചുമതല അധ്യാപകർക്കാണ്. അതിന് ക്ലാസ്സിലെ കുട്ടികളെ അറിയണം, അവരെ ഓരോരുത്തരെയും മനസ്സിലാക്കണം, അവരുടെ സോഷ്യോ ബാക്ക്ഗ്രൗണ്ട്സ് അറിയണം. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നോക്കുക. നമ്മുടെ ഇരിക്കുന്ന രക്ഷകർത്താക്കളിൽ പുരുഷന്മാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ശീലങ്ങൾ, നമ്മുടെ കുട്ടികൾക്ക് അനധികൃതമായിട്ടുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ചെറിയ സന്തോഷത്തിന് വേണ്ടി നമ്മളുടെ ശീലങ്ങൾ നാളത്തെ വലിയ ദുഃഖങ്ങൾക്ക് കാരണമാവാതിരിക്കണമെങ്കിൽ നമ്മളത് ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും വീട്ടിൽ പോലുള്ള സ്ഥിതി ഉണ്ടാവും. വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാ കുടുംബങ്ങളിലും സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ഉണ്ടാവട്ടെ. എല്ലാവരും സുഖമായി ജീവിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറയുന്നു, ആശംസിക്കുന്നു, ചെയ്യുന്നു.